പത്മാലയം എന്ന് പറയുന്ന ബംഗ്ലാവ് ഏതാ? പത്മാലയം അത് നമ്മുടെ വർമ്മസാറിന്റെ ബംഗ്ലാവല്ലേ? ഇവിടുന്ന് നേരെ ചെന്ന് എടുത്തോട്ട് കയറുമ്പോൾ വലതുവശത്ത് കടന്ന ആദ്യത്തെ കെട്ടിടമാ. എന്തൊരു കുളിര. തീപ്പെട്ടിയുണ്ടോ? ശ്രീദേവി ഉണ്ടോ? ഇല്ലല്ലോ. എവിടെ പോയി? സാറും കൊച്ചമ്മയും കൂടി ഫാക്ടറി പോയിരിക്കുക. ഏത് ഫാക്ടറി? അവരുടെ ഫാക്ടറിയിലേക്ക്, അല്ലാതെ പിന്നെ നാട്ടുകാരുടെ ഫാക്ടറിയിലേക്കാണോ? സാറേ വല്ലതും പറയണോ? അല്ല, സാധാരണ ആരെങ്കിലും അവരെ അന്വേഷിച്ചു വന്നാൽ എഴുതി വെക്കാൻ ഒരു പുസ്തകം വെച്ചിട്ടുണ്ട്. അല്ല, അതെടുത്തോണ്ട് വരണമെന്നുണ്ടേ. ഇത് കുറച്ചുകൂടി ശരിയാകാനുണ്ട്. ആ റോളർ ഒന്ന് നോക്കണം. പുറപ്പെടാറായിരുന്നു മുതലാളി ചോദിച്ചു. വണ്ടി എടുക്ക. എൻ്റെ ഒരു സ്നേഹിതം വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഓഫീസറോട് ലീവ് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നതാ. ഈ അടുത്ത് ആരോ ഒരു ആനയെ വെടിവെച്ചിട്ടു. അതുകൊണ്ട് സെക്യൂരിറ്റി വളരെ സ്ട്രിക്റ്റാ. നീ 10-ാം തീയതി വരുമെന്നല്ലേ എഴുതിയിരുന്നത്? 3-4 ദിവസത്തിന് മുമ്പ് ജയിലർ പറഞ്ഞു ഇന്ന് പോവാന്ന്. വീട്ടിലേക്ക് പോയില്ലേ? ഇല്ല. എന്തേ? വീട്ടിൽ പോകാനല്ല ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ അങ്ങോട്ട് തന്നെ മടങ്ങാനാ ഭാവം? ആ, അങ്ങനെ തന്നെ കൂട്ടിക്കോ. നീ എന്താടാ ഈ പറയുന്നത്? കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ട്. എന്ത് ജോലി? അത് തൽക്കാലം നീ അറിയണ്ട. പഴയ സ്വഭാവം ഇതുവരെ മാറ്റാറായില്ല അല്ലേ? പഴയ കണക്കുകൾ തീരുമ്പോ താനെ മാറിക്കൊള്ളും. ആ, സമയം ഒരുപാടായി. ഞാൻ വെളുക്കുമ്പേക്കും വരാം. നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നല്ല കുളിരുണ്ട്. പെട്ടിക്കെന്നാ കമ്പിളി എടുത്തോ.
ശ്രീദേവി, ശ്രീദേവി, എന്താ? എന്തു പറ്റി? ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. ഇന്ന് എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. ആദ്യത്തെ സ്ട്രൈക്കിന് തന്നെ ഒരു 5 എണ്ണമെങ്കിലും പോക്കറ്റിലാക്കുന്നതാണല്ലോ. എന്തോ ശ്രീദേവിയുടെ മുഖത്ത് എന്തോ ഒരു വല്ലായ്മയുണ്ട്. ആരാ നോക്ക്. ഹലോ, ഞാൻ വിനോദാണ്. റോങ് നമ്പർ. ഏയ്, എന്റെ കളിയാ. ആരാ? റോങ് നമ്പറാ. ശ്രീദേവിക്ക് എന്താ അസുഖമില്ലേ? നമുക്ക് പിന്നെ കളിക്കാം. വോയിസ്. വണക്കം ஐயா. വണക്കം. വണക്കங்க. വണക്കമ്മ. ആ രമ എപ്പോ വന്നു? ഇപ്പൊ വന്നേയുള്ളൂ ഡോക്ടർ. അമ്മ എന്തി? അമ്മയത്തെ ഡോക്ടർ വിളിക്കുന്നു. എന്താ ഡോക്ടർ? സിന്ധുവോള് വന്നില്ലേ? കാർ അയച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി അല്പ ഫീവർ ഉണ്ടായിരുന്നു. തണുപ്പത്തോടി നടന്നിട്ടാ. ഏതായാലും ഇവിടെ നിർത്തണ്ട. വരുമ്പോ തന്നെ ഡ്രൈവർ പറഞ്ഞൊരു വീട്ടിലേക്ക് കൊണ്ടാക്കാൻ. ഞാൻ അല്പം ലേറ്റ് ആവും. ശരി ഡോക്ടർ. എടാ വിനോദേ, പഴയ കാര്യങ്ങൾ ഓർത്ത് നീ നിന്റെ ജീവിതം പാഴാക്കരുത്. നടന്നത് നടന്നു കഴിഞ്ഞു. ഇനിയും ഇങ്ങനെ അതിന്റെ പിന്നാലെ പോകുന്നത് ബുദ്ധിയല്ല. ഇതുവരെ ഞാൻ ബുദ്ധിപൂർവ്വമാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റ താളം പോലും തെറ്റിയിട്ടില്ല, തെറ്റുകയുമില്ല. എന്ത് ലക്ഷ്യമെന്നാണ് നീ പറയുന്നത്? എന്നെ വഞ്ചിച്ചിട്ട് ഒരു കിഴവന്റെ പണം മോഹിച്ച് ഇവിടെ കൊച്ചമഞ്ഞ് മഞ്ഞ് നടക്കുന്നില്ല. അവൾ അവസാനിപ്പിച്ചേ ഞാൻ അവിടുന്ന് പോകും. നീ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഈ പറയുന്നത്? അവളുടെ കയ്യിലൊരുത്തൻ സ്പർശിച്ചതിനാടാ ഞാൻ ജയിലിൽ പോയത്. കയ്യിൽ സ്പർശിച്ചതിനോ? വാസ്തവത്തിൽ അന്ന് എന്താടാ ഉണ്ടായത്? എന്റെ സ്വപ്നവും സ്വർഗവും എല്ലാം അവളായിരുന്നടാ. അവൾ മാത്രം.